കാക്കനാട് കൊച്ചി എലിവേറ്റഡ് എക്സ്പ്രസ് മോട്ടോർ കോറിഡോർ പ്രൊജക്റ്റ്. Conceived and proposed by Consortium of Flat and Villa Owners Associations, Kerala, alias Curvework. Architect Matthew K. Jose, 3D Visualization, Arshad Irfan. എറണാകുളത്തിന്റെ ഭരണസിരാകേന്ദ്രവും ജനസാന്ദ്രത ഏറിയതും വ്യാവസായിക പ്രാധാന്യം ഏറെയുള്ള ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, കിൻഫ്ര പാർക്ക് എന്നിവ ഉൾപ്പെടുന്നതുമായ കാക്കനാടിനെയും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പണി പൂർത്തിയായി വരുന്ന തീരദേശ ഹൈവേയിലേക്ക് വളരെ വേഗം എത്തിച്ചേരുവാൻ സാധിക്കുന്ന ബൃഹത് പദ്ധതിയായ കാക്കനാട് കൊച്ചി എലവേറ്റഡ് മോട്ടോർ എക്സ്പ്രസ് കോറിഡോറിന്റെ വിശദമായ രൂപരേഖാ സമർപ്പണം. എന്തുകൊണ്ട് എലിവേറ്റർ കോറിഡോർ പദ്ധതി? പതിനായിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്യുന്ന ജനവാസ മേഖലയായ കാക്കനാടിലേക്കും വിനോദസഞ്ചാര പ്രാധാന്യം ഏറെയുള്ള മറൈൻ ഡ്രൈവിലേക്കുമുള്ള സാധാരണഗതിയിലുള്ള നിലവിലത്തെ യാത്രാസമയമായ 45 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ എന്നതിനെ 20 മിനിറ്റ് എന്ന ചുരുങ്ങിയ സമയം ആക്കി മാറ്റുവാനും ആയതിലൂടെ പൊതുജനങ്ങൾക്ക് ധനസമയ ലാഭവും ഇന്ധന ഉപയോഗത്തിലുള്ള ഗണ്യമായ കുറവും അതിലൂടെ അതിരൂക്ഷമായ പരിസ്ഥിതി മലിനീകരണത്തിന് ഒരു പരിധിവരെ പരിഹാരവും ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ വ്യാപ്തിയും സാമ്പത്തിക ബാധ്യതയും നല്ലൊരു പരിധിവരെ കുറയ്ക്കുവാനും എലിവേറ്റർ കോറിഡോർ പദ്ധതികൾ സഹായകരമാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വാട്ടർ മെട്രോ സ്റ്റേഷനും നിയുക്ത മെട്രോ റെയിൽ സ്റ്റേഷനും ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയും സന്ധിക്കുന്ന ഭാഗത്തുനിന്നും നിർദ്ദിഷ്ട എലവേറ്റഡ് റോഡ് തുടങ്ങുന്നു. എലവേറ്റഡ് എക്സ്പ്രസ് കോറിഡോറിന്റെ തുടക്കത്തിൽ രൂപപ്പെടുന്ന ജംഗ്ഷനിൽ സുഗമമായ ഗതാഗതത്തിന് വേണ്ടി നൽകുന്ന വിശാലമായ റൗണ്ടബൌട്ട് സംവിധാനത്തിൽ നിന്നും വാഹനങ്ങൾക്ക് എലവേറ്റഡ് എക്സ്പ്രസ് കോറിഡോറിലേക്ക് പ്രവേശിക്കാം. തുടക്കം മുതൽ അവസാനം വരെ തദ്ദേശവാസികളുടെ യാത്രാ സൗകര്യത്തിനും അതിന്റെ വികസനത്തിനും വേണ്ടി എലവേറ്റഡ് എക്സ്പ്രസ് കോറിഡോറിന് സമാന്തരമായി താഴ്ഭാഗത്ത് ഒരു സിംഗിൾ ലൈൻ റോഡ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. തുതിയൂർ, കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ, പാലച്ചുവട്, വെണ്ണല എന്നീ പ്രദേശങ്ങളിലൂടെ പുതിയ റോഡ് വഴി വന്ന് ഹോളിഡേ ഇൻ ഹോട്ടൽ സമീപത്തായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബട്ടർഫ്ലൈ ഇന്റർസെക്ഷൻ സംവിധാനത്തോടു കൂടി ദേശീയ പാതയെ മറികടക്കുന്നു. ശേഷം പുതിയ റോഡ് വഴി തമ്മനം പ്രദേശത്തുകൂടെ മുന്നോട്ട് പോകുന്നു. കായിക ലോകത്തെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിന് സമീപത്തായി വീണ്ടും ബട്ടർഫ്ലൈ ഇന്റർസെക്ഷൻ സംവിധാനം നൽകുന്നു. കത്രിക്കടവ് റോഡിനെ മറികടന്ന് പുല്ലേപ്പടി പാലത്തിന് മുകളിലൂടെ ചിറ്റൂർ റോഡിലെത്തി വടക്കോട്ട് തിരിയുന്നു. മെട്രോ ലൈനിനെ മറികടന്ന് ഓൾഡ് ചിറ്റൂർ റോഡിലൂടെ ചാത്തിയാത്ത് പള്ളിക്ക് സമീപത്തായി അവസാനിക്കുന്ന ക്വീൻസ് വാക്ക്വേയുടെ കിഴക്കുഭാഗത്തായി എത്തി കോസ്റ്റൽ ഹൈവേയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരും വിധമാണ് പ്രസ്തുത പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന ഈ കോറിഡോർ പദ്ധതിയിലൂടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഇപ്പോഴെടുക്കുന്ന ശരാശരി സമയത്തെ 4-1 കുറക്കുവാൻ സഹായകരമാകുന്നു. കോസ്റ്റൽ ഹൈവേയിലേക്ക് വളരെ വേഗം എത്തിച്ചേരും വിധം BOT ടെൻഡർ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ പദ്ധതി നടപ്പാക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. Conceived and proposed by Consortium of Flat and Villa Owners Associations, Kerala, alias Curvework. Architect Matthew K. Jose, 3D Visualization, Arshad Irfan.